ഹായ്, വെൽക്കം ടു ഫാബി മുക്കം. അപ്പോ ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്നത് കുറച്ച് കോട്ടൺ അനാർക്കലി, ഒരു പ്രീമിയം റേഞ്ച് എന്ന് പറയാൻ പറ്റൂല, എന്നാലും കുറച്ചും കൂടി ഒരു ക്വാളിറ്റി കൂടിയ ടൈപ്പിലുള്ള കോട്ടൺ അനാർക്കലി സെറ്റുകളാണ് ഇന്ന് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളെ ഷോപ്പിലെ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഫാബിയോ മുക്കം എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ഡെയിലി കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിടുക. അതുപോലെ ഇൻസ്റ്റാ പേജിൽ നമ്മൾ ഡെയിലി ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. പുതിയ അപ്ഡേഷൻസ് ഇൻസ്റ്റാ പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഫാബിയോ ക്ലബ് ഇയർ ഇൻസ്റ്റാ പേജ് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യാം. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോവാം. കോട്ടൺ അനാർക്കലി സെറ്റില് ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡ്. അതില് ഇതിന്റെ വർക്ക് വന്നത് യോക്ക് പോർഷനിലാണ്. യോക്ക് പോർഷന്റെ വൺ സൈഡിൽ കംപ്ലീറ്റ് നല്ല തിക്കായിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട്. സീക്വൻസ് അതുപോലെ പേൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസൈൻ വന്നത് ഹങ്കറാക്ക ഡിസൈനിലാണ്. ലേസ് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തത്. നെക്ക് പോർഷന് വി നെക്ക്, അതുപോലെ ആ ഒരു ലേസ് തന്നെ താഴെ വരെ ഹെമ്മ് വരെ കൊടുത്തിട്ടുണ്ട്. താഴെ വരെ ഈ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവിന്റെ എൻഡിലും സെയിം ലേസ് തന്നെ കൊടുത്തത്. ഇതിന്റെ രണ്ട് സൈഡിലും നമ്മുടെ ഈ ഒരു സൈഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടാസൽസ് കൊടുത്തിട്ടുണ്ട്. ക്ലോത്തിന്റെ തന്നെ ടാസൽസ് ആണ്. ഈ സൈഡിലും ഉണ്ട്, അതുപോലെ ഈ ഒരു സൈഡിലും രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ ടൈ ചെയ്തിട്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടം. അതില് ടോപ്പില് കുറച്ച് വലിയ ഫ്ലോറൽസ് ആണെങ്കിൽ ബോട്ടത്തിൽ വന്നത് ചെറിയ ഫ്ലോറൽസ് ആണ്. ഫുൾ അലാസ്റ്റിക് ആണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട വരുന്നത് സെയിം കളറിൽ സിഗ്സാഗ് പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ കൊടുത്തത്. ദുപ്പട്ടന്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ടോപ്പിൽ വന്ന സെയിം പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് സിഗ്സാഗ് പ്രിന്റ് ആണ് കൊടുത്തത്. ഇത് സൈസ് വരുന്നത് എക്സൽ ആണ്. അതുപോലെ ഇതിന്റെ റേറ്റ് വരുന്നത് 1390, 1390. സെക്കൻഡ് കളർ വരുന്നത് കളർ ചേഞ്ച് അല്ല, ഇത് വേറെ പാറ്റേൺ തന്നെയാണ്. ഒരു ഓറഞ്ച് പിങ്ക് ഒക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ്. അതിൽ കംപ്ലീറ്റ് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നത്. ഇത് നമ്മളൊരു റീസ്റ്റോക്ക് ആയിട്ടാണ്, നമ്മൾ 2-3 പ്രാവശ്യം ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ്. ഇതിന്റെ യോക്ക് പോർഷന് കംപ്ലീറ്റ് സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്ക്, എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലേസ് ഡീറ്റെയിലിംഗും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സ്ലീവ് വരുന്നത് 3/4 ആണ്. സ്ലീവിലും ചെറിയ രീതിയിലൊരു ലേസ് ഡീറ്റെയിലിംഗ്. ഇതില് സെന്ററിൽ കട്ടിങ് വന്നിട്ടാണ് പാനൽസ് കൊടുത്തത്. കംപ്ലീറ്റ് പാനൽസ് ആണ് വന്നത്. ഇത്രയും വിടുത്ത് കിട്ടുന്നുണ്ട്, നല്ല ഫ്ലെയർ ഉണ്ട്. അതുപോലെ ഈ ഒരു അനാർക്കലിന്റെ ഹെമ്മിലും ഇതുപോലെ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡും സെയിം പ്രിന്റ്. ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെ ചെറിയ ഫ്ലോറൽസ് വരുന്ന ബോട്ടം. ഇതാണ് ബോട്ടം വരുന്നത്. ഫുൾ അലാസ്റ്റിക് ആണ് ബോട്ടം. ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ദുപ്പട്ട. ദുപ്പട്ടയില് 4 സൈഡിലും ഇതുപോലെ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് പ്രിന്റ് ആണ്. സോഫ്റ്റ് കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത്. ഇത് സൈസ് വരുന്നത് ലാർജ് ആൻഡ് XXL ആയിരിക്കും. റേറ്റ് വരുന്നത് 1190, 1190 രൂപ. ഇതിന്റെ സൈസ് ലാർജും XXL മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ ലാർജിന് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, അതുകൊണ്ട് XL സ്യൂട്ട് ആവും ലാർജ്. അപ്പോ ലാർജ് XXL ആയിരിക്കും സൈസ്. തേർഡ് പാറ്റേൺ വരുന്നത് ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കട്ടിങ് ഒരു വെറൈറ്റി കട്ടിങ് ആണ്. ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ചെറിയ പാച്ചുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴ്ഭാഗം വരെ ഇതുപോലെ ഈ ഒരു കട്ടിങ് കൊടുത്തിട്ട് ഏറ്റവും താഴെ ഈ ചെറിയൊരു ഓപ്പണിങ് കൊടുത്തു. ഇതിന്റെ ഹൈലൈറ്റ് ഈ ഒരു യോക്ക് പോർഷൻ ആണ്. ഈ യോക്ക് പോർഷനിൽ നല്ല തിക്കായിട്ട് നല്ല മിറർ വർക്ക്, അതുപോലെ പേൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. നെക്ക് വരുന്നത് വി നെക്കാണ്. സ്ലീവ് ഈ ഒരു പാറ്റേണിലാണ് സ്ലീവ് വരുന്നത്. സ്ലീവിന്റെ എൻഡില് ഇതുപോലെ ഒരു പട്ട വെച്ചതാണ്. അതുപോലെ സ്ലീവില് കണ്ടാല് അത്യാവശ്യം ഒരു ചെറിയ രീതിയിൽ ഫ്ലെയർ കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ ഈ ഒരു ഭാഗത്ത് ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, ചെറിയ രീതിയിൽ. ബേസ് കളർ വരുന്നത് ഓഫ് വൈറ്റ് ആണ്. ഓഫ് വൈറ്റിൽ മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡാണ് പ്രിന്റ് വരുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നത്. ബാക്ക് സൈഡ് കംപ്ലീറ്റ് ഇങ്ങനെ വരും.
ഇതില് പാനൽസ് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. പാനൽ കട്ടില്ല, സെന്ററിലും കട്ടിങ് വരുന്നില്ല. അപ്പൊ അത്യാവശ്യം തടിയുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണ്. ഇതിന്റെ സൈസ് വരുന്നത് ലാർജും ഡബിൾ എക്സലും. ബോട്ടം വരുന്നത് പ്ലെയിൻ ഓഫ് വൈറ്റ് ബോട്ടം. ബോട്ടത്തിന്റെ താഴത്ത് ഇതുപോലെ ഒരു പീസ്, ടോപ്പിന്റെ ഒരു പീസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട വരുന്നത് ടോപ്പിൽ വന്ന സെയിം പ്രിന്റിൽ തന്നെ വരുന്ന ദുപ്പട്ട. ഇതാണ് ഫുൾ ലെങ്ത് ആൻഡ് വിഡ്ത്ത് കോട്ടൺ ദുപ്പട്ട. ഇതും സൈസ് വരുന്നത് ലാർജും ഡബിൾ എക്സലും. അതുപോലെ റേറ്റ് വരുന്നത് 1790, 1790. ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. വിത്തൗട്ട് സൈഡ് ഓപ്പൺ. അനാർക്കലിയില് ലാസ്റ്റ് പാറ്റേൺ നല്ലൊരു പീച്ച് ഷെയ്ഡാണ്. പീച്ച് ഷെയ്ഡില് സ്ലീവ് വരുന്നത് 3/4 ആണ്. സ്ലീവിന്റെ എൻഡില് ഇതുപോലെ നല്ല തിക്കായിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെക്ക് ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ചെറിയൊരു വി കട്ട് കൊടുത്തു. ബാക്കി പ്ലീറ്റ്സ് വരുന്ന ടൈപ്പാണ് ഇത്. നേരത്തെ കാണിച്ചതിലൊന്നും പ്ലീറ്റ്സ് ഇല്ല. സെന്ററിൽ കട്ടിങ് വന്നിട്ട് കംപ്ലീറ്റ് പ്ലീറ്റ്സ് ഉണ്ട്. ബാക്ക് സൈഡും സെയിം പ്ലീറ്റ്സ് വരുന്നുണ്ട്. സെന്ററിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ബോർഡർ വന്നിട്ട് താഴെ എത്തുമ്പോ ഇത് ചെറിയ ഇത്ര ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് പ്ലെയിൻ പ്രിന്റ്. ബാക്ക് സൈഡും സെയിം പ്രിന്റ്. ബാക്കിലും ഇതുപോലെ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട്. ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു ക്രീം ആൻഡ് പീച്ച് കോമ്പിനേഷനിലാണ് ബോട്ടം. ബോട്ടത്തിന്റെ ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ടില് ബാൻഡും. ഇതാണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട വരുന്നത് ബോട്ടത്തിന്റെ സെയിം പ്രിന്റിൽ തന്നെ വരുന്ന ഫുൾ ലെങ്ത് ആൻഡ് വിഡ്ത്ത് കോട്ടൺ ദുപ്പട്ട. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടന്റെ എൻഡില് ഇതുപോലെ പീച്ചിൽ തന്നെ കൂടുതലും പീച്ച് കളറാണ് ദുപ്പട്ടന്റെ രണ്ട് സൈഡിലും വന്നത്. ബാക്കി കംപ്ലീറ്റ് ഈ ഒരു ക്രീം ഷെയ്ഡിൽ പീച്ച് പ്രിന്റ് ആണ് വന്നത്. ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ്. അതുപോലെ ഇതിന്റെ റേറ്റ് വരുന്നത് 1790, 1790. അപ്പൊ ഇന്ന് കാണിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. DTDC പോസ്റ്റിൽ അവൈലബിൾ ആണ്. ഹോം ഡെലിവറി ആവശ്യമുള്ള ആൾക്കാർ പോസ്റ്റിൽ സെലക്ട് ചെയ്യുക, അല്ലാത്ത ആൾക്കാർ DTDC സെലക്ട് ചെയ്യുക. അതുപോലെ മെഷർമെന്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് അത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക. റീപ്ലേസ്മെന്റോ അതുപോലെ എക്സ്ചേഞ്ച്, റിട്ടേൺ, റീഫണ്ട് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.